നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 185/2024 ഈ ചോദ്യപേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസിലെ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റിമൈനിങ് 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ആൻസർ ചെയ്യുന്നത്. അടുത്ത ചോദ്യം: ഒരു പ്രത്യേക ഭാഷയിൽ ഫയൽ എന്നത് UROV എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ ആ ഭാഷയിൽ സോർ എന്നത് എങ്ങനെ എഴുതാം? അപ്പോൾ ഇവിടെ ഫയൽ എന്നുള്ളതിൻ്റെ 1 2 3 4 5 6th ലെറ്ററായ ആൽഫബറ്റിക്കൽ ഓർഡറിലെ 6th ലെറ്ററായ F ആണ്. അതിന് കോഡായിട്ട് U ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ റിവേഴ്സ് ഓർഡറിലും നമ്മൾ നമ്പർ ചെയ്താൽ 6th വരുന്നത് U ആണ്. ഇനി 7 8 9 9th ആൽഫബറ്റായ I റിവേഴ്സ് ഓർഡറിൽ നമ്പർ ചെയ്യുമ്പം 9th 6 വരുന്നു. 10 11 12 ആൽഫബറ്റിക്കൽ ഓർഡറിൽ 12 ആണ്. L 11 12 റിവേഴ്സ് ഓർഡറിൽ 12 O ആണ് വരുന്നത്. ഇനി E 5 ആണ്. റിവേഴ്സ് ഓർഡറിൽ V ആണ് 5. അപ്പം ആൽഫബറ്റിക്കൽ ഓർഡറിലെ അതിൻ്റെ റിവേഴ്സ് ഓർഡറുമായിട്ടാണ് ഇവിടെ വരുന്ന ആൽഫബറ്റുമായിട്ടാണ് ഇവിടെ കോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തത് അതുപോലെ തന്നെ സോർ. അപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ചെയ്താൽ 1 2 3 ഇപ്പോൾ നമ്മളിവിടെ 12 വരെ മാർക്ക് ചെയ്തു. 13 14 15 16 17 18 19 ആൽഫബറ്റിക്കൽ ഓർഡറിൽ 19th ആണ് S. റിവേഴ്സ് ഓർഡറിൽ പോയാൽ 16 17 12 കഴിഞ്ഞ് 13 14 15 16 17 18 19 അപ്പോൾ H ആണ് റിവേഴ്സ് ഓർഡറിൽ വരുന്നത്. ഇനി നമ്മൾ മുമ്പേ മാർക്ക് ചെയ്ത 8 ആൽഫബറ്റിക്കൽ ഓർഡറിലെ 8ഉം H ആണ്. റിവേഴ്സ് ഓർഡറിൽ വരുന്ന 8 എസ്സുമാണ്. അപ്പോൾ രണ്ട് രീതിയിൽ നോക്കിയാലും H തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. H ആൽഫബറ്റിക്കൽ ഓർഡറിലെ 19th തന്നെയാണ്. റിവേഴ്സ് ഓർഡറിലെ 19th S വരുന്നു. റിവേഴ്സ് ഓർഡറിൽ ആണെങ്കിൽ 19th H വരുന്നു. ഇനി O ആൽഫബറ്റിക്കൽ ഓർഡറിൽ 13 14 15th ആണ്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ O 15th ആണ് വരുന്നത്. റിവേഴ്സ് ഓർഡറിൽ 15th വരുന്നത് 8 9 10 11 12 13 14 15 L ആണ്. റിവേഴ്സ് ഓർഡറിൽ 15 L റിവേഴ്സ് ഓർഡറിലും 15. ഇനി നമ്മുടെ മുമ്പത്തെ കോഡ് നോക്കുമ്പോഴും ഓയും എല്ലും തന്നെയാണ് വന്നേക്കുന്നത്. ഇനി യു എന്ന് പറയുന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ പോയാൽ 21st ആൽഫബറ്റാണ് യു. അപ്പോൾ ഇവിടെ നമ്മൾ 19 H വരെ മാർക്ക് ചെയ്ത് 20 21 F. അപ്പോൾ F 21. ഇനി ഇവിടെയും അതെ, എഫിന് യു തന്നെയാണ് വന്നേക്കുന്നത്. അപ്പം HLF 21. ഇനി R ആൽഫബറ്റിക്കൽ ഓർഡറിലെ 18th ആൽഫബറ്റാണ് R. ഇവിടെ റിവേഴ്സ് ഓർഡറിലെ 18th ആൽഫബറ്റ് I. ഇതിൽ H ഒഴികെയുള്ള LFI നമുക്ക് ആ ഫയലിൽ നിന്ന് തന്നെ അങ്ങനെ നോക്കിയിട്ട് വേണമെങ്കിലും എഴുതുമ്പോഴും ഇത് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് HLFI. HLFI H മാത്രം കണ്ടുപിടിച്ചാൽ ബാക്കി ഏതാണ്ട് ഫയലിൻ്റെ അത് നോക്കി തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഒരു കുടുംബത്തിൽ അജയനും അയാളുടെ ഭാര്യയും
4 ആൺമക്കളും അവരുടെ ഭാര്യമാരും ഉണ്ട്. ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളും ഉണ്ട്. എങ്കിൽ ആ കുടുംബത്തിൽ എത്ര ആണുങ്ങളുണ്ട്? അപ്പോൾ ആദ്യം അജയൻ, ഇനി അയാളുടെ ഭാര്യയും 4 ആൺകുട്ടികളും. അപ്പോൾ 4 പേരെ കൂട്ടുക. അപ്പം അജയൻ ഒരാൾ പ്ലസ് 4 ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ 4 പേര്. അവരുടെ ഭാര്യമാരുമുണ്ട്. ഓരോ ആൺമക്കൾക്കും 3 വീതം. അപ്പം 4 പേരിൽ ഓരോരുത്തർക്കും 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 × 4 12, 12. 4ൻ്റെ കൂടെ 12. ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളും ഉണ്ട്. എങ്കിൽ ആ കുടുംബത്തിൽ ആകെ എത്ര ആണുങ്ങളുണ്ട്? അപ്പോൾ 17. അജയൻ ഒരാൾ, 4 ആൺകുട്ടികളും അവരുടെ എല്ലാ മക്കളും കൂടെ 12 പേരും കൂടെ ചേർത്താൽ ആകെ 17. അടുത്ത ചോദ്യം. ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിലെ റൺ നിരക്ക് 3.2 ആണ്. ബാക്കിയുള്ള 40 ഓവറിൽ ഏതു റൺ നിരക്കിൽ റൺ എടുത്താലാണ് എതിർ ടീമിനെതിരെ 282 റൺസ് നേടാൻ സാധിക്കുക? അപ്പോൾ ആദ്യത്തെ 10 ഓവറിലെ റൺ നിരക്ക് 3.2 ആണെങ്കിൽ ആദ്യത്തെ 10 ഓവറിലെ ആകെ റൺസ്, ഓവറിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 10 × 3.2, അതായത് 32 റൺസാണ് ആദ്യത്തെ 10 ഓവർ. ഇനി 40 ഓവറിൽ ഏത് റൺ നിരക്കിൽ എടുത്താലാണ് എതിർ ടീമിനെതിരെ 282 റൺസ് നേടണം? അപ്പോൾ 282 റൺസ് നേടണമെങ്കിൽ ഇനി 282 മൈനസ് 32, അതായത് 250 റൺസ് നേടണം. എത്ര ഓവറിലാണ് നേടേണ്ടത്? 40 ഓവറിൽ. അപ്പോൾ 40 ഓവറിൽ 250 റൺസ് നേടണമെങ്കിൽ റൺ നിരക്ക് എന്ന് പറയുന്നത് 250/40. അതായിരിക്കണം റൺ നിരക്ക്. അതായത് 25/4, 6.25. 24 1/4, അതായത് 6.25. 6 and 1/4 അഥവാ 6.25. ഓപ്ഷൻസിൽ ഓപ്ഷൻ എ 6.25. അടുത്ത ചോദ്യം. ജോസഫ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് 30 km/മണിക്കൂർ വേഗതയിലും തിരിച്ച് 120 km/മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചു. ഈ രണ്ട് ദൂരങ്ങളും കൂടി സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്തുവെങ്കിൽ ഒരു വശത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര? അപ്പോൾ ഇത് ദൂരം, സമയം, വേഗത എന്നതിലെ ചോദ്യമാണ്. അപ്പോൾ ദൂരം എന്നത് d ആണെന്ന് കരുതുക. അപ്പോൾ ആദ്യം എടുത്ത സമയം, ഒരു വശത്തേക്ക് സഞ്ചരിക്കാൻ ആദ്യം എടുത്ത സമയം d/30 സമയം, ഒന്നാമത്തെ സമയം. രണ്ടാമത്തെ സമയം d/120. ദൂരം ബൈ വേഗതയാണ് സമയം. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ d/30 പ്ലസ് d/120 എന്ന് പറയുന്നതാണ് 5 മണിക്കൂർ. രണ്ടും കൂടി 5 മണിക്കൂർ. അപ്പോൾ ഇതിൻ്റെ ലസാഗു 120. 4d പ്ലസ് d = 600. അതായത് ഇവിടെ ഇതിൻ്റെ LCM, ലസാഗു 30ൻ്റെയും 120ൻ്റെയും കൂടെയുള്ള 120 LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന സ്റ്റെപ്പാണ്. അതും കൂടി സൈഡിൽ എഴുതാം. d/30 × 120. അതാണ് 4d എന്ന് എഴുതിയത്.
ഇനി D/120 ഇൻറ്റു 120 ആണ് ഇവിടെ എഴുതിയേക്കുന്നത് ഈ D. ഇത് രണ്ടും അങ്ങനെയാണ് കിട്ടിയത്. ഇനി 5 ഇൻറ്റു 120 അതാണ് 600. ഈ ഒരു സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് എഴുതിയത് മനസ്സിലായല്ലോ. ഇനി 5D = 600. D ദൂരം എന്ന് പറയുന്നത് 600/5 120 120 കിലോമീറ്ററാണ്. ഓപ്ഷൻ ബി 120 കിലോമീറ്റർ. അടുത്ത ചോദ്യം, 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടി. ലാഭശതമാനം 8% മാത്രമേ വേണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം? ലാഭവും ലാഭശതമാനവും എപ്പോഴും വാങ്ങിയ വിലയെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. അപ്പം വാങ്ങിയ വിലയുടെ 14%, അത് എക്സ് ആണെങ്കിൽ 14%ആണ് 2850. അപ്പോൾ വാങ്ങിയ വില എന്ന് പറയുന്നത് 2850 ഇൻറ്റു 100/114. അപ്പോൾ ഇവിടെ 57 ഇൻറ്റു 2, 57 ഇൻറ്റു 5, 57 ഇൻറ്റു 5. ഇനി ഇത് 25, 50/2 25. അപ്പോൾ 2500 ഇതിൻ്റെ വാങ്ങിയ വില. 2500 വാങ്ങിയ വിലയാണ്. ഇനി 8% ലാഭമാണ് വേണ്ടതെങ്കിൽ ഈ 2500 ഇൻറ്റു 108/100, 108 ഇൻറ്റു 25. $2700. 8% ലാഭമാണ് വേണ്ടതെങ്കിൽ 2700 രൂപയ്ക്കാണ് വിൽക്കേണ്ടത്. 8% ലാഭമെങ്കിൽ. $2700. ഓപ്ഷൻ ബി 2700. അപ്പോൾ ആദ്യം വാങ്ങിയ വില കണ്ടുപിടിക്കുന്നു, അതിനുശേഷം 8% ലാഭമാണെങ്കിലുള്ള വിലയും കണ്ടുപിടിക്കുന്നു. അടുത്തത്, 3 വയസ്സിൻ്റെ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50 ആണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും? അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി എക്സ് ആണെന്ന് വയ്ക്കുക. വയസ്സ് 3 വർഷത്തിൻ്റെ വ്യത്യാസത്തിലാണ് ജനിച്ചത്. അടുത്ത കുട്ടി x+3, അതിൻ്റെ അടുത്ത കുട്ടി എക്സ് ആദ്യത്തെ, രണ്ടാമത് x+3, മൂന്നാമത്തെ x+6, നാലാമത്തെ ആളുടേത് x+9, അഞ്ചാമത്തെ ആളുടേത് x+12. ഇതായിരിക്കും പ്രായം. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 50 കിട്ടുന്നു. ഇനി എക്സ് എല്ലാം കൂടി 1 2 3 4 5 5x പ്ലസ് 3 6 9 9 18 12 30. 5x + 30 = 50. 5x = 20, x = 4. അപ്പോൾ 4 7 ഇവിടെ നമ്മുടെ ഉത്തരം കിട്ടി, 4 എന്ന് കിട്ടി. 4 7 എത്രയായിരിക്കും അവരുടെ പ്രായം? 4 7 10 13 16 അല്ലേ? അപ്പോൾ 16 13 29 10 39 7 46 4 50 കിട്ടും. അപ്പം x = 4. അതുവരെ മതി. നമുക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടേതാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഉത്തരം. ആൻസർ ഓപ്ഷൻ എ 4. അടുത്ത ചോദ്യം, 853 ഇൻറ്റു 1346 ഇൻറ്റു 452 ഇൻറ്റു 226 എന്ന ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏത്? അപ്പോൾ ഇവിടെ 3
6, 2, 6. 3 into 6, 18. 18 into 2, 36 into 6. അപ്പോൾ 36 into 6 എങ്ങനെ പോയാലും 6 തന്നെയായിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. ഓപ്ഷൻ ഡി 6. 6 ആയിരിക്കും വരുന്നത്. ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ ഗുണിച്ച് നോക്കുക. എന്നിട്ട് അവിടെ ഒറ്റയുടെ സ്ഥാനത്ത് ഏതാണ് വരുന്നതെന്ന്, ഈ അക്കങ്ങൾ ഗുണിക്കുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ഏതാണ് വരുന്നത് എന്ന് കണ്ടുപിടിക്കുക. അതാണ് ഉത്തരം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന ജോഡികളിൽ ഒരു ജോഡി മാത്രം മറ്റു ജോഡികളിൽ നിന്നും വ്യത്യസ്തമാണ്. ആ ജോഡി ഏത്? അപ്പോൾ 17, 71 ഇത് രണ്ടും പ്രൈം നമ്പേഴ്സാണ്. അവയെ തിരിച്ചിട്ടേക്കാണ്, അതായത് അഭാജ്യ സംഖ്യകളെ തിരിച്ചിട്ടേക്കുന്നു. ഇനി 23, 32. അപ്പോൾ ഇതിൽ ഒരെണ്ണം അഭാജ്യസംഖ്യയും മറ്റേത് ഭാജ്യസംഖ്യയും, പ്രൈമും കോമ്പസിറ്റുമാണ്. പക്ഷേ സംഖ്യകൾ തിരിച്ചിട്ടേക്കാണ് ഇവിടെയും. അടുത്തത് നോക്കിയാൽ 19 പ്രൈം നമ്പറും അതിനെ തിരിച്ചിട്ടേക്കുമല്ല, 19ഉം 90ഉം. അടുത്തത് നോക്കിയാൽ രണ്ടും കോമ്പോസിറ്റ് നമ്പേഴ്സാണ്, ഭാജ്യസംഖ്യകളാണ്. ഒന്നിനെ തിരിച്ചിട്ട് 46ഉം 64ഉം. അപ്പം ഇവിടെ നമുക്ക് പൊതുവായി കാണുന്നത് ഭാജ്യമോ അഭാജ്യമോ എന്നതിനും അപ്പുറം ആദ്യത്തെ സംഖ്യ തിരിച്ചിട്ടേക്കുന്നതാണ് രണ്ടാമത്തെ സംഖ്യ. അപ്പോൾ അങ്ങനെ വരാത്തത് ഓപ്ഷൻ സി മാത്രമാണ്. 19ഉം 90ഉമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പൊതുവായി കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷൻ സി. അപ്പോൾ ആ ജോഡിയാണ് വ്യത്യസ്തമായി വരുന്നത്. അടുത്ത ചോദ്യം, മോഹൻ്റെ ഒരു മാസത്തെ വരുമാനം 50,000 രൂപയാണ്. വരുമാനത്തിൻ്റെ 15% മക്കളുടെ പഠനത്തിനും 28% വീട്ടുചിലവിനും 10% വാടകയ്ക്കും ഉപയോഗിക്കുന്നുവെങ്കിൽ മാസ അവസാനം മോഹൻ്റെ സമ്പാദ്യം എത്ര? അപ്പോൾ 50,000-ൽ 15% പഠനത്തിനും 28% വീട്ടുചിലവിനും 10% വാടകയ്ക്കും. അപ്പോൾ 8 5 13, 2 4 53% ആണ് ചിലവായി വരുന്നത്. ഇനി ബാക്കി ചിലവ് കഴിച്ചിട്ടുള്ള ബാക്കിയായിരിക്കും സമ്പാദ്യം. അപ്പോൾ 100-ൽ നിന്നും 53 കുറച്ചാൽ ബാക്കി 47% സമ്പാദ്യം. അപ്പം 47, 50,000-ൻ്റെ 47% എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 50,000-ൻ്റെ 47%-മാണ് സേവ് ചെയ്യുന്നത്, സമ്പാദിക്കുന്നത്. 47 × 5 23,500 രൂപ സമ്പാദിക്കുന്നു. ഓപ്ഷൻ ഡി 23,500. ആകെ ചിലവാക്കുന്നത് 53%, സമ്പാദിക്കുന്നത് ആകെ വരുമാനത്തിൻ്റെ 47%-മായ 23,500. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, 5 - 1/4 + 2 1/2 + 2 1/4. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം 2.25, 2.25, 2.25 2.25 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്ത് വരുന്ന ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 5 തന്നെയാണ് വരുന്നത്. അപ്പോൾ 5 - 5 = 0. നമുക്കത് ഈ ഫ്രാക്ഷൻ ആയിട്ട് കൊടുത്തേക്കുന്നതിനെ ഒന്നും മാറ്റേണ്ട ആവശ്യമോ LCM കണ്ടുപിടിച്ച് ഉത്തരം കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇത് ഏറ്റവും ചെറിയ സംഖ്യകളായതുകൊണ്ട് കൂട്ടി നോക്കുക. 4ഉം 2.5, 2.25, 2.25, 2.25, 5, 5 - 5 0. ഓപ്ഷൻ സി 0. അപ്പോൾ ഇതാണ് ഈ ചോദ്യപേപ്പറിലെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഇപ്പം പറഞ്ഞിട്ടുണ്ട്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.